ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ബിഗ് ബോസിൽ വീട്ടിൽ ഒരു ഭൂതമുണ്ട്. ടോപ്പായി നിൽക്കുന്ന കണ്ടസ്റ്റന്റ് ആരാണോ അവരൊരു 62, 70, 69 എപ്പിസോഡ് ആകുമ്പോൾ അല്ലെ അത്രയും ദിവസം ആകുമ്പോൾ ആ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഔട്ട് ആവുകയാണ്. നമ്മുടെ രജിസാർ അതുപോലെയാണ്. ഡോക്ടർ റോബിൻ ഔട്ടായത് 70-ാമത്തെ ദിവസം, രജിസാർ ഔട്ടായത് 69-ാമത്തെ ദിവസം. പക്ഷെ ഇന്നലെ അതെല്ലാം അതിജീവിച്ചു. ജിൻഡോപ്പൻ അതിജീവിച്ചു. 71-ാമത്തെ ദിവസം, ഇന്നലെ 70-ാമത്തെ ദിവസമായിരുന്നു. ഫിസിക്കൽസൊന്നും ഉണ്ടായിട്ടില്ല. 71-ാമത്തെ ദിവസമായി. ലാലേട്ടൻ ഇന്നലെ വരായിരുന്നു. ലാലേട്ടൻ ഇപ്പൊ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഇതായിട്ട് നടക്കുന്ന ലാലേട്ടൻ എപ്പിസോഡ്. ലാലേട്ടൻ ബർത്ത്ഡേ ആണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് ലാലേട്ടൻ ഈ ശനി ഞായറും വരത്തില്ല എന്നും നമുക്ക് അറിയാൻ സാധിച്ചു. ജിൻഡോപ്പൻ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ബിഗ് ബോസിൽ ഒരു ഷാവാന്ന് തോന്നുന്നു. അതിന് ടോപ്പായി നിൽക്കുന്ന കണ്ടസ്റ്റൻസ് എല്ലാവരും ഒരു 69-70 ദിവസമൊക്കെ ആകുമ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഫിസിക്കൽ അസർത്തിന്റെ പേരിൽ അതിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തത്. നമ്മുടെ ഡോക്ടർ റോബിൻ, ജയ്സാർ ഇവർക്കെല്ലാം അങ്ങനത്തെ അനുഭവം ഉണ്ടായിരുന്നു. പിന്നെ ജിൻഡോപ്പന് ഒരുപാട് ഫിസിക്കൽ ടാസ്കിലും അതുപോലെ തന്നെ അവിടെ ഉള്ളവരൊക്കെ ഇങ്ങനെ നല്ല ഇഷ്ടമുള്ള ആളാണ്. ഫിസിക്കലായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിനാണ് എല്ലാത്തിനും എടുത്ത് എറിയുക, ഒറ്റയ്ക്ക് എടുത്ത് എറിയാന്നേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിനാണ് മാസം അടിക്കാം. പക്ഷെ അദ്ദേഹം അതെല്ലാം തരണം ചെയ്തു. ഒരുപാട് പേര് അദ്ദേഹത്തെ ഒരുപാട് രീതിയിൽ പ്രകോപിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ നിന്നെല്ലാം അതിൽ നിന്നെല്ലാം മുക്തനായിട്ടുണ്ട്. പക്ഷെ ഇനിയിപ്പോ എങ്ങനെയാണെന്നും നമുക്ക് അറിയത്തില്ല. പക്ഷെ പുള്ളി ഇപ്പോഴും നോക്കിയും കണ്ടൊക്കെയാണ് ഗെയിം കളിക്കുന്നത്. എങ്ങനെയാണ് മറ്റുള്ളവരെ അങ്ങനെ അവരുടെ ഇതിലൊന്നും പ്രലോഭനങ്ങളിലൊന്നും ചെന്ന് ചാടത്തില്ല. അപ്പൊ അങ്ങനെ ജിൻഡോപ്പൻ 70-ാമത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യേണ്ടതാണ്. സബ്സ്ക്രൈബ്. താങ്ക് യു.